ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് നോക്കാം കേട്ടോ. ഇത് ഈദിനായാലും അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തേക്കായാലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ജെല്ലി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ജെല്ലി പൗഡർ, ഒരു പാക്കറ്റ് ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ റാസ്ബെറി ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് ബോയിലിംഗ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ആക്കി എടുക്കാം. ഈ ജെല്ലി പൗഡർ ഈ വെള്ളത്തിൽ ഫുള്ളായിട്ട് ഡിസോൾവ് ആയിട്ട് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിങ്ങനെ 2 പാത്രത്തിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ജെല്ലികൾ എടുക്കാം. ഒരു ഫ്ലേവർ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് 2 ഫ്ലേവറിലുള്ള ജെല്ലി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി 1 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും 1/2 കപ്പ് പാലിലേക്ക് 6 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തിളച്ച പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടണം. അതുപോലെ തന്നെ നല്ലോണം ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗിനേഴ്സൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാത്തവർക്ക് എന്തായാലും അറിയുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. കൈ വിടാതെ ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി കസ്റ്റർഡ് കിട്ടും, ഒട്ടും ലംസ് ഇല്ലാത്ത. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഐസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് തണുപ്പിച്ചെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ലംസ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്ത, ബദാം, അതുപോലെ തന്നെ കാഷ്യൂസ്, കിസ്മിസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് മാംഗോ, ആപ്പിൾ, പിന്നെ പൊമഗ്രാനൈറ്റ്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും ലംസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കസ്റ്റർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജെല്ലി കട്ട് ചെയ്തെടുക്കാം. 2 ജെല്ലിയും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് മിക്സ് ആക്കിയിട്ട് നമ്മൾ സെറ്റിംഗ് പാത്രത്തിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പൗണ്ട് കേക്ക് ആണ് വെക്കുന്നത്. പ്ലെയിൻ വാനില ഫ്ലേവറിലുള്ള പൗണ്ട് കേക്ക്. ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള കസ്റ്റർഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് വീണ്ടും ഇതിന് മുകളിൽ ജെല്ലിയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ട്രിഫിൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് രാവിലെ റെഡിയാക്കിയാൽ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഗ്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെർവിങ്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ നോമ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഈദിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ടാണ്. Yummy, 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 yummy. Good. തനക്ക് തരുന്ന വീഡിയോ എടുക്കണോ? ഞാൻ ലൈക്ക് പോയാൽ അപ്പുറത്തെ
ടേസ്റ്റ് എന്താ ഇങ്ങനെ ആക്കുമ്പോ നോന്നാണ് വിചാരിക്ക. അവന് കൊടുത്തേ. ഇക്ക തരൂ. ബോയ് ഇക്ക എടുത്ത് കൊടുക്ക്. വലിയ പീസ് അവന്റെ വായിൽ കൊള്ളൂല. കുറച്ച് കൊടുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് കഴിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും അടിക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക.